നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത് തമിഴ്നാടുള്ള നെട്ട എന്ന സ്ഥലത്തേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ നെയ്യാറ്റിൻകര എത്തിയിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഈ കാണുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ഉണ്ട് നെട്ടയിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് വരികയാണെങ്കിൽ 50 കിലോമീറ്റർ എത്തും നെട്ടയിൽ എത്താൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡ് ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത്. വലത്തോട്ട് കയറുന്ന ബസ് സ്റ്റാൻഡ് ജംഗ്ഷനാണ്, ബസ് സ്റ്റാൻഡാണ്. അവിടെ നമുക്ക് പോകേണ്ടത് നേരെയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇടയ്ക്ക് നിന്ന് നിർത്തി. കാരണം മറ്റൊന്നുമല്ല, വരിക്കമാങ്ങ കണ്ടിട്ടാണ് നിർത്തിയത്. 1 കിലോ വരിക്കമാങ്ങ വാങ്ങി. കിലോയ്ക്ക് എന്തായാലും 150 രൂപയാണ് വില. ഞങ്ങൾ എന്തായാലും 1 കിലോ വാങ്ങി. ആ വരിക്കമാങ്ങ വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ആ ചേച്ചി പറഞ്ഞു 3 ജ്യൂസ് കൂടെ വാങ്ങിക്കുന്നു, 50 രൂപ വിലയുള്ളൂ എന്ന്. അപ്പൊ എന്തായാലും 3 ജ്യൂസും കൂടെ വാങ്ങി. ഏകദേശം നേരെ ഞങ്ങൾ നെട്ടയിലോട്ട് യാത്ര തിരിച്ചു. ഇപ്പോൾ റെയിൽവേ ക്രോസ് ആണ്, ട്രെയിൻ പോകേണ്ട സമയമായി. ട്രെയിന് പോവുകയാണ്. ഇതിപ്പം ട്രിവാൻഡ്രത്തോട്ടാണ് പോകുന്നത്. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് ട്രെയിനാണ് ഈ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ കാരക്കോണം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന റോഡാണ് പാറശാല വെള്ളാറട റോഡ്. ഇടത് സൈഡ് കാണുന്നതാണ് കാരക്കോണം CSI മെഡിക്കൽ കോളേജ്. ഇവിടുന്ന് വെള്ളാറട ജംഗ്ഷനിൽ എത്തിയിട്ട് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് ഞെട്ടയിലേക്ക് പോകാനുള്ളത്. ഏകദേശം ഞങ്ങൾ ഞെട്ടയിലേക്ക് പോകാനുള്ള ബൈ റോഡ് കയറിയിട്ടുണ്ട്. നല്ല പച്ചപ്പാണ്, റോഡ് ചുറ്റുവശവും നല്ല വിശാലമായ റോഡുമാണ്. തമിഴ്നാട് ചെക്ക് പോസ്റ്റാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ പോലീസുകാർ നിൽപ്പുണ്ട്. ഇവിടെ ചെക്കിങ്ങോ കാര്യങ്ങളോ മറ്റൊന്നുമില്ല. ക്യാഷൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞങ്ങൾ നെട്ട എത്തിയിരിക്കുകയാണ്. വേനൽക്കാലമായതുകൊണ്ട് വെള്ളം തീരെ കുറവാണ്. അത് മാത്രമല്ല, നേരത്തെ പോലെ ഇവിടെ ഈ കരയിൽ, ഇതിന്റെ കരയിൽ നിൽക്കാൻ കഴിയില്ല. കാരണം തമിഴ്നാട് പോലീസ് സ്ട്രിക്റ്റ് ആയിട്ട് വിലക്കിയിട്ടുണ്ട്, ഇത്തരത്തിലൊന്നും ഇതിന്റെ കരയിൽ നിൽക്കാൻ പാടില്ല എന്ന്. എന്തായാലും തമിഴ്നാട് പോലീസ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് എന്തായാലും വിശക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കട നോക്കിയാണ് ഞങ്ങൾ ഈ പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടും, നല്ല പുഴമീൻ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട്. നേരത്തെ നല്ല തിരക്കായിരുന്നു, അത്ര തിരക്കൊന്നും കാണാനില്ല. എനിക്ക് തോന്നി പോലീസ് വിലക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ആളിങ്ങനെ കുറഞ്ഞിട്ടുള്ളത്.
അങ്ങനെ ഞങ്ങളൊരു കടയുടെ ഫ്രണ്ടിൽ വണ്ടി ഒതുക്കി. കണ്ടിട്ട് തിരക്കൊന്നും തോന്നുന്നില്ല. എന്തായാലും ഞങ്ങൾ അകത്തോട്ട് കയറി. ഇതിപ്പോൾ കട്ട്ലയാണ്, ഇത് റോഹ്, അത് വരാല്, വരാലല്ല ബ്രാല്, അതാണ് ആ മീൻ്റെ പേര്. ഇത് സിലോപ്പി, ഇത് 150 രൂപയാണ്. ഈ റോഹ് 350 രൂപ, ബ്രാല് 700 രൂപ, കട്ട്ല 350 രൂപ. ഇതാണ് അവർ പറഞ്ഞ റേറ്റ്. എന്തായാലും ഞങ്ങൾ റോഹു എന്നൊരു മീന് സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മീൻ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഊണും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഊണ് കഴിച്ചു. അതിനുശേഷം നേരെ തൃപ്പരപ്പിലോട്ട് പോകാൻ തീരുമാനിച്ചു. തൃപ്പരപ്പ് വാട്ടർഫാൾസിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ തൃപ്പരപ്പ് വാട്ടർഫാൾസിലേക്ക്. എന്തായാലും സമയം ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് അവിടെയും കൂടെ പോയിട്ട് തിരിച്ചു പോകാമെന്ന് കരുതി നേരെ തൃപ്പരപ്പിലേക്ക്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.